നമസ്കാരം. ഞാനെന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ ലോക മലയാളികളുടെ അഭിമാനമായ ശ്രീ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന പരവൂർ മുനിസിപ്പൽ പാർക്കിലാണ്. ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഇവിടെ കണ്ടതുകൊണ്ടാണ് നിങ്ങളിലേക്കൊരു വീഡിയോ ആയി അത് എത്തിക്കാമെന്ന് വിചാരിച്ചത്. തൊഴിലുറപ്പ് പ്രവർത്തകരെ നമുക്കറിയാം. അതായത് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളും ഒക്കെ വൃത്തിയാക്കി മനോഹരമായി സൂക്ഷിക്കുന്ന തൊഴിലുറപ്പുകാർ എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പരവൂർ സ്വദേശിയായ ശ്രീ അനിലിൻ്റെ സംവിധാനത്തിൽ ഇവരൊരു നാടകം ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. തൊഴിലുറപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് കലയോടുള്ള അഭിരുചിയും ഒക്കെ നമുക്കൊന്ന് കാണാം. എന്തൊക്കെയാണ് അവരുടെ പ്രയാസങ്ങൾ, ഈ നാടകം അഭിനയിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ, സംവിധായകൻ എങ്ങനെയുണ്ട്, ഈ കലാപരമായ കഴിവുകൾ എങ്ങനെയാണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് അവരുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്കൊന്ന് പോകാം. നിൻ മൗനമോ ഭൂപാനമായി എൻ രാഗനോ ഭൂപാനമായി എൻ മുന്നിൽ നീ പുലർക്കന്യയാ. തൊഴിലുറപ്പ് അതൊരു ഉറപ്പാ. അതുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത്. പട്ടി അടിച്ചേ പട്ടി അടിച്ചേ അയ്യോ പട്ടി അടിച്ചേ അയ്യോ പട്ടി അടിച്ചേ പട്ടി അടിച്ചേ ആരുടെ കുഴപ്പമാ? അടുത്ത ആള് അത് പറയണം. അത് പട്ടിയുടെ കുഴപ്പമല്ല. എല്ലാവർക്കും സമയം കൊടുത്ത് നിങ്ങളൊരു ഒരു ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞ് റിഹേഴ്സൽ എടുത്തോണേ. ശരി. ഇത് പട്ടിയുടെ കുഴപ്പമല്ല. ഇത് പട്ടിയുടെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പം? ഇവിടുത്തെ മനുഷ്യൻ എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. അസുഖങ്ങൾ വരണം. കാരണം എന്നൊന്നും നമുക്കറിയണ്ടേ? ഓക്കെ, നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോവാം. ഒരു നിവൃത്തിയില്ല. തൊഴിലുറപ്പുകാരും ചുറ്റാതെ ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ കളയുവാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. മാലിന്യമുക്തം നവകേരളം എന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് പരവൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന ഒരു തെരുവ് നാടകമാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അത് മാലിന്യമുക്തത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് അവരതിലൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ആരോഗ്യപരമായും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നമ്മൾ വളരെ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സന്ദേശം കൂടി തയ്യാറാക്കുകയാണ്. ഇത് നാട്ടിലുള്ള കുളങ്ങളായാലും തോടുകൾ, പിന്നെ റോഡ് സൈഡുകൾ, ഇതൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതും അവരുടെ ഇതിലവർ എഫർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അതൊരു സന്ദേശമായി തന്നെ മുന്നിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഇത് സംഘടിപ്പിക്കാൻ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തുകയും വേണം. നിൻ മൗനമോ ഭൂപാനമായി എൻ രാഗനോ ഭൂപാനമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി. മാലിന്യ മുക്ത കേരളത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാടകത്തിലൊന്നും ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ അഭിനയിക്കുന്നത്. തൊഴിലുറപ്പിന് വന്നെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നാടകം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. 12 വർഷം കൊണ്ട് തൊഴിലുറപ്പ് ജോലി ചെയ്യുകയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു നാടകം അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. ഇത് ഞങ്ങളുടെ ഓവർസിയറെ പ്രത്യേക ഒരിത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. ശരിക്കും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിത ക്ലേശങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ്.
അത് പ്രായം കൊണ്ടും ഒക്കെ വളരെ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് ഈ നാടകം എന്തെന്ന് ശരിക്കും അറിയാത്തവർ തന്നെ ഈ നാടകത്തിൽ, ഈ തെരുവ് നാടകത്തിൽ ഭാഗവാക്കാക്കുന്നുണ്ട്. അവർ മനോഹരമായിട്ട് നാടകം കളിക്കാനും നാടകം പഠിച്ച് പറയാനും ഒക്കെ അവർ വളരെയധികം ആവേശത്തോടുകൂടി നാടകത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ, രാജ്യത്തെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് കേരളം ഒന്നാമതാണ്. ആരോഗ്യ നിലയിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളം വളരെ വളരെ പിറകിലാണ്. അറിവും ബോധമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എങ്ങനെ ശുചിത്വം പാലിക്കണമെന്നും വ്യക്തി ശുചിത്വം ആൾക്കാർ പാലിക്കുന്നുണ്ട്. പക്ഷേ പരിസര മലിനീകരണം, മാലിന്യ കൂനകൾ, ജലാശയങ്ങൾ മലിനമാക്കുന്നതൊക്കെ തന്നെ വളരെ കൂടുതലായി കേരളത്തിൽ കണ്ടുവരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് സംഘം തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നാണ് ഈ തെരുവ് നാടകത്തിൻ്റെ പേര്. ഇത് പരവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ അവതരിപ്പിക്കും. ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലും ഈ നാടകം ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായുള്ള വനിതകളുടെ കലാരംഗത്തേക്കുള്ള ചുവടുവയ്പ് ഇന്നാട്ടിലെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും കേൾക്കാതെ പോയേക്കാവുന്ന ശബ്ദങ്ങൾക്ക് ഒരു വേദി നൽകുകയും ചെയ്യുന്നു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക മാത്രമല്ല, സമൂഹത്തിലെ വെല്ലുവിളികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും മാറ്റത്തിനായി വാദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജുവൽ ജംഗ്ഷൻ മീഡിയ.